ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിൻടെക് എന്ന ടോപ്പിക്കാണ്. ഫിനാൻഷ്യൽ ടെക്നോളജിയുടെ ഷോർട്ട് ഫോമാണ് ഫിൻടെക്. ഫിൻടെക്കിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് ഈ ഒരു ക്ലാസ്സിൽ. ഫിൻടെക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഏറ്റവും ആദ്യം വരുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള പേയ്മെൻറ്റ് ആപ്പുകളാണ്. ഇതും ഫിൻടെക്കിൻ്റെ പരിധിയിൽ വരുന്ന ഒരു എലമെൻറ്റ് മാത്രമാണ്. നമ്മൾ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയാലോ, അല്ലെങ്കിൽ ഒരു ബേക്കറിയിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ കയറിയാലോ, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചാലോ ഒക്കെ നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഓൺലൈനായിട്ടാണ് പേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് വേണമെങ്കിലോ ബാങ്കിൻ്റെ ബാലൻസ് അറിയണമെങ്കിലോ ഒക്കെ പണ്ടൊക്കെ നമുക്ക് ബാങ്കിൽ പോകണമായിരുന്നു. ഇപ്പോൾ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. സോ ഇതുപോലെ ഫിനാൻഷ്യൽ മേഖലയിൽ റീസെൻ്റ്ലി നടന്ന അപ്ഡേറ്റുകളെയൊക്കെ ഏകീകരിച്ച് പറയുന്ന ഒരു അംബ്രല്ല ടേമാണ് ഫിൻടെക്. ഇത് തന്നെയാണ് എക്സാമ്പിളിലും പറഞ്ഞിരിക്കുന്നത്. ഇമാജിൻ യു ആർ അറ്റ് എ ലോക്കൽ ടീ സ്റ്റാൾ ഓർ എ വെജിറ്റബിൾ വെൻഡർ ഇൻ എ ഷോപ്പ്. ഏർലിയർ യു നീഡ് ടു ക്യാഷ് ടു പേ. കയ്യിൽ കാശില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ലായിരുന്നു. നൗ യു ഡി നോട്ട് നീഡ് ടു ഓൺ ദ ക്യാഷ്, യു ജസ്റ്റ് ഹാവ് ദ ക്യാഷ് ഇൻ യുവർ അക്കൗണ്ട്. ആപ്സ് ലൈക്ക് ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എക്സെട്ര ഹെൽപ്പ് യു ടു ട്രാൻസ്ഫർ ദ എമൗണ്ട്. യാതൊരു മിഡിൽമെൻറ്റിൻ്റെയും ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ നമ്മൾ ചായക്കടയിലോ വെജിറ്റബിൾ ഷോപ്പിലോ ഒക്കെ പേയ്മെൻറ്റ് കൊടുക്കുന്ന അപ്പോൾ തന്നെ അത് ആ കച്ചവടക്കാരന് കിട്ടുകയും നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരികയും അങ്ങനെ ലിക്വിഡ് മണി കൊടുക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് സാധനങ്ങൾ വാങ്ങാനും പറ്റുന്നു. ഫിൻടെക്കിൻ്റെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എക്സാമ്പിൾ ഇത് തന്നെയാണ്. നമ്മുടെ ഒക്കെ ലൈഫിൽ ഫിൻടെക് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായി തന്നെ മാറിയിരിക്കുകയാണ്. Over the past years, there has been an increase in growth of financial technology, also known as fintech, which has changed the traditional approach to banking services and could have long-term positive effects, driving financial inclusion in the society. Financial technology, commonly known as fintech, revolutionizes how financial services are delivered and consumed. എങ്ങനെയാണ് ഫിനാൻഷ്യൽ സർവീസ് നമ്മളിലോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഫിനാൻഷ്യൽ സർവീസ് ഉപയോഗിക്കുന്നത്, ഈ രീതികളെയൊക്കെ മാറ്റിമറിച്ച ഒരു വലിയ ഇന്നോവേഷൻ തന്നെയാണ് ഫിനാൻഷ്യൽ ടെക്നോളജി അഥവാ ഫിൻടെക്. ഈ ഫിൻടെക് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഓരോ ദിവസത്തെയും കാര്യങ്ങളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിനെയും ഓൺട്രപ്രണേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും ഒക്കെ എഫിഷ്യൻ്റായിട്ട് ഫിനാൻസ് മാനേജ് ചെയ്യാനായിട്ടും ഈ ഒരു ഫിൻടെക് ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഫിൻടെക്കിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് കേട്ടത്. ഇനി നമുക്ക് സ്റ്റഡി പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഡിഗ്രിക്കും പി ജിക്കും അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ ഫിൻടെക് നമുക്ക് പല സിലബസിലും വരുന്നൊരു ടോപ്പിക്കാണ്. സോ സ്റ്റഡി പർപ്പസിന് വേണ്ടി എന്താണ് ഫിൻടെക് എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ മീനിങ്. ഫിൻടെക് ഈസ് എ ഷോർട്ട് ഫോർ ഫിനാൻഷ്യൽ ടെക്നോളജി. ഫിനാൻഷ്യൽ ടെക്നോളജിക്ക് ഷോർട്ടായിട്ട് പറയുന്നതാണ് ഫിൻടെക്. It refers to the integration of technology into financial services to improve their delivery, efficiency and accessibility. ഫിനാൻഷ്യൽ സർവീസും ടെക്നോളജിയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ആ ഒരു ഫോമാണ് ഫിൻടെക്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഡെലിവറി, നമ്മളിലോട്ട് ഫിനാൻഷ്യൽ സർവീസ് എത്തുന്ന ആ ഒരു ഡെലിവറിയും ആ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ എഫിഷ്യൻസിയും ആക്സസിബിലിറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യൽ സർവീസസിലോട്ട് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ് ഫിൻടെക്. It is an innovation-driven sector that uses software, mobile apps, artificial intelligence, blockchain and other digital tools to make the financial transaction faster, cheaper and more convenient. ഒരു ഇന്നോവേഷൻ ഡ്രിവൺ സെക്ടറാണ്. ഇത് പലതരം സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും ചീപ്പായിട്ട്, ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നടത്താൻ സഹായിക്കുന്നു. ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ട്രഡീഷണൽ ഫിനാൻഷ്യൽ സർവീസസ് ലൈക്ക് ബാങ്കിങ്, ഇൻഷുറൻസ്, ലെൻഡിങ് ആൻഡ് മോഡേൺ ടെക്നോളജി ലൈക്ക് AI, ബ്ലോക്ക് ചെയിൻ, ബിഗ് ഡാറ്റ. പണ്ടത്തെ ഫിനാൻഷ്യൽ സർവീസും ഇപ്പോഴത്തെ ടെക്നോളജിയും തമ്മിലുള്ള ഗ്യാപ്പ് മാറ്റി ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് പണ്ടത്തെ ഫിനാൻഷ്യൽ സർവീസ് എഫിഷ്യൻ്റായിട്ട് നടത്താൻ പറ്റുന്ന ആ ഒരു ഇൻ്റഗ്രേറ്റഡ് ഐഡിയോളജി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ടെക്നോളജിയാണ് ഫിൻടെക്. ഫിൻടെക് ജസ്റ്റ് പേയ്മെൻറ്റിന് മാത്രമല്ല, ക്രെഡിറ്റ്, ഡിപ്പോസിറ്റ്, ക്യാപിറ്റൽ റൈസിംഗ് സർവീസസ്, പേയ്മെൻറ്റ്, ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് സർവീസസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഷുറൻസ്, ഈ ഏരിയാസിലൊക്കെ ഫിൻടെക്കിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ നമ്മൾ ഫിൻടെക്കിൻ്റെ ഡെഫിനിഷനും കൂടെ നോക്കുകയാണ്. According to Leong and Sung 2018, fintech can also be considered as any innovative ideas that improve financial service processes by proposing technology solutions according to different business situations. പല ബിസിനസ് സിറ്റുവേഷനും ആവശ്യമായ ടെക്നോളജി സൊല്യൂഷൻ നൽകിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഫിനാൻഷ്യൽ സർവീസ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഇന്നോവേറ്റീവ് ഐഡിയയാണ് ഫിൻടെക്. ഓക്കെ, ഫിൻടെക് എന്താണ്? ഫിനാൻഷ്യൽ സർവീസ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഇന്നോവേറ്റീവ് ഐഡിയയാണ്. എങ്ങനെയൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ സർവീസ് ഇംപ്രൂവ് ചെയ്യുന്നത്? ഓരോ ബിസിനസ് സിറ്റുവേഷനും ആവശ്യമായ ടെക്നോളജി സൊല്യൂഷൻ നൽകിക്കൊണ്ടാണ്
ഈ ഒരു ഫിനാൻഷ്യൽ സർവീസ് ഇംപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഫിൻടെക് ഈസ് എനി ഇന്നോവേറ്റീവ് ഐഡിയ that improve financial service processes by proposing technology solutions according to different business institutions. ഇനി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡിൻ്റെ ഒരു ഡെഫിനിഷനോടെ ഉണ്ട്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡ് ഡിഫൈൻസ് ഫിൻടെക് as technology enabled financial innovation that could result in new business models, applications, processes or products with an associated material effect on financial markets and institutions and the provision of financial services. ടെക്നോളജി എനേബിൾ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇന്നൊവേഷനാണ് ഫിൻടെക് എന്നാണ് FSB പറയുന്നത്. ടെക്നോളജി എനേബിൾഡ് ഫിനാൻഷ്യൽ ഇന്നൊവേഷനാണ്. അതെന്തിനൊക്കെ വഴിതെളിക്കാം? പുതിയ ബിസിനസ് മോഡലിനും പുതിയ ബിസിനസ് ആപ്ലിക്കേഷനും പുതിയ ബിസിനസ് പ്രോസസ്സസിനും പുതിയ ബിസിനസ് പ്രൊഡക്ട്സിനും എല്ലാം കാരണമാകുന്ന ഫിനാൻഷ്യൽ ഇന്നൊവേഷനാണ് ഫിൻടെക്. ഓക്കെ, അപ്പോൾ ഈ 2 ഡെഫിനിഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഫിനാൻഷ്യൽ ടെക്നോളജിയുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനും ഡെഫിനിഷനും മാത്രമാണ് നോക്കിയത്. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഫിനാൻഷ്യൽ ടെക്നോളജി സിംപ്ലി ഫിനാൻഷ്യൽ സർവീസസ് ആ ഒരു കൺസ്യൂമേഴ്സിലോട്ട് എത്തിക്കുന്നതിൽ വന്നിട്ടുള്ള ടെക്നോളജിക്കൽ അപ്ഡേഷൻസ് ആണ്. ഇത് നമ്മളെ എങ്ങനെ സഹായിക്കുന്നതും ഇതിൻ്റെ ആപ്ലിക്കേഷൻസും ഇതിൻ്റെ സ്കോപ്പും എല്ലാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ്.